അപ്പോൾ തീർച്ചയായിട്ടും മാങ്ങ കിട്ടുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ഓളെന്ന് പറയുന്ന ബട്ടണോട് ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാവേ. ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇതിന് മുന്നേയും മാങ്ങാച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വേറെ രീതിയിലാണ്. ഇതിപ്പോൾ ഞാനൊരു 6 മണിക്കൂർ കൂടുതൽ ഞാൻ ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ. നമ്മുടെ മാങ്ങയെല്ലാം കട്ട് ചെയ്തിട്ട് ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ യൂസ് ചെയ്യാം. അപ്പോൾ നല്ലെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ അറിയാമല്ലോ, കുറച്ചുകൂടെ നാളത് കേടാകാണ്ടിരിക്കും. അച്ചാറിനൊരു പ്രത്യേക ടേസ്റ്റുമാണ് നമ്മൾ ഈ നല്ലെണ്ണയിൽ ചെയ്യുമ്പോഴത്തേക്ക്. ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് പൊട്ടി വന്നോട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ മാങ്ങയുടെയും ചക്കയുടെയും ഒക്കെ സീസണാണ്. അപ്പോൾ നിങ്ങൾക്ക് മാങ്ങ കിട്ടുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അച്ചാറിട്ട് നോക്കുക. അപ്പോൾ നമ്മുടെ കടുകെല്ലാം ദേ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാൻ പോവാണ്. ഒരു 5 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി കൂടണ്ട കേട്ടോ, കൂടിപ്പോയാൽ പിന്നെ വെളുത്തുള്ളി അച്ചാർ ഇട്ടതുപോലെ ആയിപ്പോവും. അതുകൊണ്ടിട്ടൊരു 5 എണ്ണം മാത്രം മതി. അപ്പോൾ എണ്ണ നല്ല ചൂടിലാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് പൊടി ഇട്ട് കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. കാര്യം എന്ന് പറഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചൂട് കാരണം പെട്ടെന്ന് തന്നെ പൊടിയെല്ലാം കരിഞ്ഞു പോകും. നമ്മൾ നോൺ സ്റ്റിക്ക് ചെയ്യുന്ന പോലെയല്ല, ഇതുപോലത്തെ ചട്ടിയിലൊക്കെ ആകുമ്പോഴത്തേക്കുള്ള പ്രശ്നം ചൂട് ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കരമായിട്ട് തന്നെ ആ ചൂടിങ്ങനെ നിൽക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇതേ ഈ ഒരളവിൽ കാശ്മീരി ചില്ലി പൗഡർ, അതായത് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നല്ലതുപോലെ അതിനൊന്ന് മിക്സാക്കി എടുക്കാം. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ഉള്ളത് കേട്ടോ, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഇപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് അച്ചാർ പൊടി ഇട്ട് കൊടുക്കാവേ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഈ അച്ചാർ സൂക്ഷിക്കുന്ന ആ ഡെപ്പയാണെങ്കിലോ അല്ലെങ്കിൽ ഇനി ചില്ലിൻ്റെ ഇതിലൊക്കെയാണ് ഇട്ട് വയ്ക്കുന്നതെങ്കിൽ അതിലൊന്നും വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല. അതെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം ഇതിട്ട് മാങ്ങ അച്ചാർ ഇട്ടതിന് ശേഷം ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് നമ്മുടെ അച്ചാർ പൊടി ഇട്ട് കൊടുത്തത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇനി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കാര്യം ഇപ്പോൾ ഓരോരുത്തരും എടുക്കുന്ന അച്ചാർ പൊടിയുടെ ഇതനുസരിച്ചിരിക്കും നമ്മുടെ അതിൻ്റെ ആ ഒരു ടേസ്റ്റിലുള്ളൊരിത്. അപ്പോൾ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്തൊന്നും ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല. ഓൺ ചെയ്യാത്തതിൻ്റെ കാരണം ഈ മാങ്ങ ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല. എങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു അവിഞ്ഞ ടേസ്റ്റ് ആയിപ്പോൾ എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ്. ആവശ്യത്തിന് ചൂട് അതിൻ്റെ അകത്തുണ്ട്. ഈ ചൂട് കിടന്ന് തന്നെ നമ്മുടെ മാങ്ങ ഒന്ന് വാടിക്കിട്ടും. മറ്റേ 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ മാങ്ങയുടെ ആ ഒരു ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോകും. വല്ലാത്തൊരു ഇതായിപ്പോവും. നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇപ്പം ഞാൻ ഉപ്പൊന്ന് നോക്കിയിട്ടുണ്ട്. ഉപ്പ് നോക്കിയപ്പോഴും എനിക്ക് അതുപോലെ ഈ പൊടിയും നോക്കിയപ്പോൾ ഇച്ചിരി കുറവായിട്ട് തോന്നി. അപ്പോൾ ഞാൻ അച്ചാർ പൊടി 1 ടേബിൾ സ്പൂൺ കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ അളവിൽ അച്ചാർ പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അച്ചാർ പൊടിയുടെ അനുസരിച്ചിരിക്കും ക്വാണ്ടിറ്റി എത്രത്തോളം വേണമെന്നുള്ളത്. പിന്നെ ഉപ്പ് കുറവായത് കൊണ്ടിട്ട് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അച്ചാർ പൊടി നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇത്തവണ പുറത്തുനിന്നാണ് കേട്ടോ മേടിച്ചത്. ഒരു ഒത്തിരി അങ്ങോട്ടൊരു സുഖമുള്ളൊരിതായിട്ട് എനിക്ക് തോന്നിയില്ല. കാര്യം അല്ലെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ ഇടുമ്പോൾ തന്നെ നല്ലോണം അച്ചാറിൻ്റെ നല്ലൊരു വാസനയൊക്കെ വരുന്നതാണ്. ഒന്നും കൂടെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഒന്നുകൂടെ ആഡ് ചെയ്യാമല്ലോ.
എണ്ണ ചൂടുള്ളത് കൊണ്ടിട്ട് നമ്മൾ ഈ സമയത്ത് പൊടി ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാൻ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇച്ചിരി കായത്തിൻ്റെയൊക്കെ ഒരു കുറവ് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഞാൻ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ നമുക്ക് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബ്രാഹ്മിൺസിൻ്റെ അച്ചാർ പൊടിയൊക്കെ നമുക്ക് ഒരുവിധം അച്ചാർ പൊടി സാധാരണ മേടിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. മേടിക്കുകയാണെങ്കിൽ ഇൻ കേസ് ഞാൻ പുറത്തുനിന്ന് മേടിക്കുവാണെങ്കിൽ സാധാരണ എനിക്ക് നല്ലതാണ് കിട്ടാറുള്ളത് കേട്ടോ. ഇപ്രാവശ്യത്തേതൊന്നും ഇത്രയൊരു സുഖമില്ല. അപ്പോൾ കായപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കുവാണേ. നമ്മുടെ കായപ്പൊടിയൊക്കെ ഇട്ടപ്പോഴത്തേക്ക് ഇപ്പം അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. കായത്തിൻ്റെയൊക്കെ ഒരു കുറവുണ്ടായിരുന്നു. ഇപ്പം എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മാങ്ങ കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും അച്ചാറിട്ട് നോക്കുക. അച്ചാറിട്ട് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക. ഷെയർ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് എത്തുകയുള്ളൂ. അതുപോലെ കമൻറ്റും കൂടെ ഒന്ന് ഇട്ടേക്കുക. നല്ലതാണെങ്കിൽ കമൻറ്റും കൂടെ ഒന്ന് ഇട്ടേക്കുക. സബ്സ്ക്രൈബ് ചെയ്തേക്കുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. കണ്ടോ? അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.